പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 17-ാം തിരുവചനം പറയുന്നു, നമുക്ക് വിശ്വാസമുണ്ടെന്ന് നാം പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ വിശ്വാസം നിർജീവമാണ്, രക്ഷാകരമല്ല. വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസം പൂർണ്ണമാക്കപ്പെടുന്നത് പ്രവൃത്തികളിലൂടെയാണ്. വിശ്വാസത്തിൽ നിന്നും ഉളവാകുന്ന പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ അയൽക്കാരന് ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ സമാധാനത്തിൽ പോകുക എന്ന് നാം പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ആ വ്യക്തിയുടെ വിശപ്പ് മാറ്റണമെങ്കിൽ ആ വ്യക്തിക്ക് ആഹാരം ലഭിക്കണം. വസ്ത്രമില്ലെങ്കിൽ അവർക്ക് വസ്ത്രം ലഭിക്കണം. ആ വസ്ത്രം ലഭിക്കണമെങ്കിൽ നാം വസ്ത്രം കൊടുക്കണം. അപ്പോൾ നമ്മുടെ വിശ്വാസം നാം പ്രവൃത്തികളിലൂടെയാണ് പ്രകടമാക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ൽ മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുക്കുന്ന നന്മകളെല്ലാം യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. യേശുവിലും യേശുവിൻ്റെ വചനത്തിലും നാം വിശ്വസിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തികൾ നമുക്ക് രക്ഷാകരമായി മാറുകയാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ സഹോദരങ്ങളെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശു നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ മറ്റുള്ളവരെയും നാം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. സ്നേഹിക്കണം എന്ന് പറയുന്നത് അത് പ്രവൃത്തിയിലൂടെ മനസ്സിൽ വച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല, അത് പ്രവൃത്തിയിലൂടെ നാം പ്രകടമാക്കണം. സങ്കീർത്തനം 41:1 ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനാണ്, കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികളാണ് നമുക്ക് രക്ഷാകരമായി മാറുന്നത്. ഹെബ്രായർ 6:1 നിർജീവ പ്രവർത്തികളിൽ നിന്ന് തിരിച്ചു വരുവാൻ തിരുവചനം പറയുന്നുണ്ട്. യേശു പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും പ്രവൃത്തികൾ നാം ചെയ്യുമ്പോൾ ഫലരഹിതമായ പ്രവൃത്തികളായി അത് മാറുന്നു. അതിൽ നിന്നും നാം തിരിച്ചു വരണം. നാം പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പല സത്കൃത്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും ദൈവകാര്യങ്ങളിൽ ആസ്പദമാക്കിയല്ല, നമ്മുടെ സ്വന്തം ചിന്തകളെയും ആഗ്രഹങ്ങളെയും സഫലീകരിപ്പിക്കാൻ വേണ്ടി സ്വാർത്ഥ ചിന്തയോടെ അവയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് നാം ദാനധർമ്മം ചെയ്യാറുള്ളവരാണ്. പക്ഷേ ദാനധർമ്മം ചെയ്യുമ്പോൾ അതിന് രഹസ്യ സ്വഭാവം ഉണ്ടാകണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. വലതു കൈ ചെയ്യുന്നത് ഇടതു കൈ അറിയരുത് എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ യേശു ഉദ്ദേശിച്ചത് നാം രഹസ്യത്തിൽ മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാതെ വേണം, പരസ്യപ്പെടുത്താതെ വേണം നന്മകൾ ചെയ്യുവാൻ എന്നാണ്. പരസ്യമായി സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ 4 പേർ അറിയട്ടെ എന്ന മനോഭാവത്തിലാണ് നാം അത് ചെയ്യുന്നതെങ്കിൽ പ്രതിഫലം ലോകത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു, കയ്യടിയും അംഗീകാരവുമല്ല. പക്ഷെ ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും തന്നെ ലഭിക്കുകയില്ല. നമുക്ക് പ്രതിഫലമായി ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. അനുഗ്രഹങ്ങളാണ് പ്രതിഫലമായി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. സുഭാഷിതങ്ങൾ 19-ാം അധ്യായം 17-ൽ ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുകയാണ്, അവിടുന്ന് കടം വീട്ടും. അപ്പോൾ ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കാതെ, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയാതെ, അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.